ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കണ്ടല്ലോ അല്ലേ? ഇന്നതാ ഞാൻ എൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. വേറൊന്നല്ല, പുല്ലൊക്കെ കണ്ടില്ലേ വൃത്തികേടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാമ്പ് കടിയുടെ ന്യൂസൊക്കെ കേൾക്കണോണ്ടേ ഭയങ്കര പേടി. നീരവനാണെങ്കിൽ വെക്കേഷനുമാണ്, അവൻ വൈകുന്നേരമാണ് കുറച്ചു നേരം ഒന്ന് പുറത്തിറങ്ങുക. ഇനി ഇവിടെ ഓടി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാലുമ്പ പിടിച്ച് കടിച്ചാലോ എന്ന് പേടിച്ചിട്ടേ ഞാൻ വേഗം വൃത്തിയാക്കാന്ന് വിചാരിച്ചു. കൈക്കോട്ടൊക്കെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നീരവ എൻ്റെ കൂട്ടത്തിൽ ചൂലൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് എന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞിട്ടാ വരണത് കേട്ടോ. ചൂലുകൊണ്ട് എന്താ ഉപകാരം എന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു, ഈ പുല്ല് ചെത്തണം, എന്തായാലും നീ അത് കൈ കൊണ്ട് വാരിയിട്ട് അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അവിടെ, അത് എടുത്തു കൊണ്ടുവന്നിട്ട് അതിലിട്ടോളാൻ പറഞ്ഞു കേട്ടോ. മുടം പോലത്തെ സംഭവമില്ലേ. പക്ഷെ ഇവന് അതിനൊന്നും വയ്യതാനും, അവൻ ഇങ്ങനെ അടിച്ചു വാരിക്കോളാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ അവിടെയൊക്കെ ഒന്ന് കൈക്കോട്ട് വെച്ചിട്ട് കളച്ചിട്ട് ബാക്കി ഇവിടെ കൈ കൊണ്ട് പറിക്കാനുള്ള പുല്ലുണ്ട് കേട്ടോ. അതൊരു വൃത്തികേടുണ്ടല്ലേ, അത് പറിക്കണം. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ കേട്ടോ. എന്തായാലും ഇവിടെ ഒന്ന് വെളുപ്പിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു. കാടും പടലൊക്കെ ഒന്ന് നീക്കാമെന്ന് വിചാരിച്ചു. പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച വൃത്തിയാക്കിയതാണ്. എന്ത് പെട്ടെന്ന് വളരണേന്നറിയോ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. 6 വർഷമായി മക്കളെ ഈ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ലയോ. ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ മീൻസ് റീൽസ് കേട്ടോ, അതിൽ ചെക്ക് ചെയ്താലേ കാണുള്ളൂ. അപ്പം ഇപ്പോഴും ചിലവർക്ക് ഡൗട്ടുണ്ട് തോന്നൂലേ. ഞങ്ങളുടെ ലവ് മാരേജ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ 2018 പരിചയപ്പെട്ടത് മക്കളെ. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി പരിചയപ്പെട്ടതാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷാരി ചേച്ചി എന്നാ പേര്. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ അറിയാം, അതോട് പിന്നെ എനിക്ക് പേര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഷാരി ചേച്ചി എൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ അവിടെ പുതിയതായിട്ട് വന്ന താമസക്കാരാണെന്നേ. ഓസ്ട്രേലിയക്കാരിയായിരുന്നു. സംസാരമൊക്കെ ഇങ്ങനെ മലയാളം ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊരു ലാംഗ്വേജ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടം, അങ്ങനെയുള്ളവരോട് സംസാരിച്ചിരിക്കാം, പ്രത്യേകിച്ച് പെണ്ണുങ്ങളാകുമ്പോൾ കേട്ടോ. പിന്നെ ചേച്ചിക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു, സ്കൂട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ചില സമയത്ത് ഇങ്ങനെ കറങ്ങാനൊക്കെ തോന്നുമ്പോൾ ചേച്ചിയുടെ പിന്നിൽ കയറിയിരുന്ന് വളവള വർത്താനം പറഞ്ഞിങ്ങനെ, അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പരിപാടി കല്യാണത്തിന് മുന്നിട്ടോ. ചേച്ചിയുടെ കൂടെ നടക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഈ ഐഫോണിനെ പറ്റിയിട്ട് ഒരു ധാരണ വരണത്. കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ ടച്ച് ഫോണാണ് ഏറ്റവും വലിയ വില കൂടിയ ഫോണെന്നായിരുന്നു. പക്ഷെ ഇതിനും നല്ല ഐഫോണൊക്കെ ഉണ്ട് എന്ന് ഞാൻ പിന്നെയാണ് കേട്ടോ അറിഞ്ഞത്. പിന്നെ ഈ ചേച്ചി പറയുകയും ചെയ്തു കേട്ടോ, സനേഷിൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്, അത് ഫോട്ടോ എടുക്കാൻ തരുമെന്ന് അങ്ങനെ എന്തോ ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് ചേട്ടനും ഈ ചേച്ചി ഇപ്പോഴും അടിയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടി ഒക്കെ വിളിക്കണേ കേട്ടോ. അപ്പം ഞാൻ ചേച്ചിയോട് ഇങ്ങനെ ചോദിക്കും, അല്ല ചേച്ചി ആരോടെ പറയണേ? അപ്പോൾ ഒരു സനേഷ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുന്നു കേട്ടോ. അങ്ങനെയാണ് അറിയണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സനേഷ് ചേട്ടനെ അങ്ങോട്ട് തേടി വിളിക്കുക, അല്ല കേട്ടോ. അങ്ങടെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ഇരട്ടി ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണ്ടാവും കേട്ടോ. അങ്ങനെ രണ്ടാളും അടി. അപ്പോഴാണ് ഐഫോൺ എന്ന് ഇങ്ങനെ പറയണ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഈ ചേട്ടൻ കൊള്ളാലോ, ഈ ചേട്ടൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു ഇതാണ് ദുബായിക്കാരനെ കല്യാണം കഴിക്കണമെന്ന്. കാരണം എൻ്റെ മാമനൊക്കെ ദുബായിലായിരുന്നേ. മിഠായും സ്പ്രേയൊക്കെ ഇങ്ങനെ അമ്മായി കൊണ്ടുവന്ന് തരുമ്പോൾ ബാക്കി ഫ്രിഡ്ജിൽ നിറച്ച് മിഠായി ഇങ്ങനെ വെക്കണവും കാണാം. അപ്പം ഞാൻ വിചാരിച്ചു, ഓ അവരുടെ മോളുടെ ഭാഗ്യം, കുറേ ചോക്ലേറ്റൊക്കെ കഴിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും കേട്ടോ. ഞാനും ഇങ്ങനെ കല്യാണം കഴിക്കുക ദുബായിക്കാരനെ ആവും, അല്ലെങ്കിൽ ബേക്കറിക്കാരനെ ആവും എന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കും കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് പിന്നെ ഈ ചേട്ടൻ്റെ കാര്യം കേട്ടത്. അപ്പോൾ ഐഫോണുള്ള ചേട്ടൻ, ഈ ചേട്ടൻ കൊള്ളാലോ. പിന്നെ ചോദിച്ചപ്പോൾ ദുബായിക്കാരൻ, അപ്പോൾ വീണ്ടും കൊള്ളാലോ. പിന്നെ എന്തോ ചേട്ടനെ എനിക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ എന്തോ റിക്വസ്റ്റ് അയച്ച് അങ്ങനെ ഞങ്ങൾ പരിചയിക്കുക കേട്ടോ. അപ്പോൾ സംസാരിച്ചപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലേ, അങ്ങനെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും സംസാരിക്കണ പോലെ ഒരു കാഷ്വലായിട്ട് ഞങ്ങൾ രണ്ടാളും അങ്ങനെ സംസാരിക്കുക കേട്ടോ. അങ്ങനെ സംസാരിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളെന്തോ ടൂറ് പോയി കൊടൈക്കനാൽ മൂന്നാർ എങ്ങോട്ടോ, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കേട്ടോ. ഞാൻ, സഞ്ജന, റേച്ചൽ, ഞങ്ങൾ 3 പേരായിരുന്നു കേട്ടോ ടീം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റേച്ചലിൻ്റെ ഫോൺ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ, അനിയൻ്റെ ഫോൺ കേട്ടോ. അതാണ് വിറ്റ് കേട്ടോ. അവളും പിന്നെ കുഴപ്പക്കാരി അല്ലാത്തതുകൊണ്ട് അവൾക്ക് ഫോൺ മൊത്തം ലോക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആകെ ആ ഫോൺ കൊണ്ടുള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ മാത്രമാണ് കേട്ടോ, വേറെ ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല, ഒക്കെ ലോക്കാണ് കേട്ടോ. അത്ര വിശ്വാസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഫോണും കൊണ്ട് അവൾ ടൂർ വന്നേക്കുക. അങ്ങനെ എന്തോ ഫോണിൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കിംഫ്ലൈ എന്ന് പറഞ്ഞിട്ട് നാപ്ടോളെന്ന് മേടിച്ചൊരു മൊബൈൽ ഫോണായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ടൂറ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ഫോണുണ്ടായിരുന്നത് സഞ്ജനയുടെ കയ്യിൽ മാത്രമാണ് കേട്ടോ. അവളുടെ കയ്യിലാണെങ്കിൽ കുറേ ഫിൽറ്ററും ഉണ്ട്, ഫോട്ടോ എടുത്ത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, നല്ല ഭംഗിയാവും കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സനേഷാനോട് എന്തോ മെസ്സേജ് അയക്കുക ചെയ്തത്. ഞങ്ങളിങ്ങനെ ടൂറ് പോയിക്കാന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വരണ വഴിക്ക് ടാറ്റു അടിച്ചു കഴിയുമ്പോൾ അപ്പം എന്തൊരു 100 രൂപയ്ക്ക് ടാറ്റു എന്ന് പറഞ്ഞിട്ട്
വഴിയിൽ നിൽക്കണ്ടായിരുന്നു കേട്ടോ ഒരു ചേട്ടൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ജീവിതകാലം മുഴുവൻ ഇതിങ്ങനെ കയ്യിലിരിക്കുന്നുണ്ടാവുമല്ലോ, 100 രൂപയും കൊടുത്താൽ മതിയില്ലേ വെച്ചിട്ട് ആ പൈസ കൊടുത്തിട്ട് ഞാൻ ടാറ്റു അടിച്ചു കയ്യിൽ. എന്നിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു. അപ്പം ചേട്ടൻ എന്തോ നല്ലതല്ല എന്നുള്ള രീതിക്ക് ഒരു കെയറിങ്ങൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടാവുകയൊക്കെ ചെയ്തു. കാരണം ബാക്കി കുറേ ഊളകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ ഫുൾ എന്തെങ്കിലും നെഗറ്റീവൊക്കെ ആയിട്ട് അവർ മനസ്സിൽ വെച്ചിട്ടാണ് സംസാരിക്കുക. ആ പെണ്ണുങ്ങളോടൊക്കെ ആകുമ്പോൾ പിന്നെ മനസ്സിലാവുമല്ലോ. അങ്ങനെ അതിൽ കുഴപ്പമില്ലാത്തൊരു ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ തന്നെയായിരുന്നു കേട്ടോ. മോശമായിട്ടൊന്നും സംസാരിക്കില്ല, നല്ല ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമൊക്കെയായിരുന്നു, നമുക്കൊരു റെസ്പെക്റ്റൊക്കെ തോന്നില്ലേ. എനിക്കാണെങ്കിൽ എൻ്റെ തരക്കാരാണ് അങ്ങനെയുള്ളവർ, തെറി പറയാത്ത കൂട്ടരൊക്കെയാണ് ഞാൻ കൂടുക. പിന്നെ ഞാൻ കൈ മേടിച്ചത് ഒറിജിനൽ ടാറ്റു ഒന്നും ആയിരുന്നില്ല കേട്ടോ. 2 ദിവസം കുളിച്ചപ്പോൾ അതൊക്കെ പോയി, വെറും പെയിൻ്റ് ആയിരുന്നു എന്ന് പറയാം. 100 രൂപ വെറുതെ പോയി എന്ന് പറയാം. നമ്മുടെ ആ ബബ്ലിക്കത്തിൻ്റെ കൂടെയൊക്കെ കിട്ടില്ല അങ്ങനത്തെ ഒരു സ്റ്റിക്കർ. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. അങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് ഇഷ്ടമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം ഇതിനൊന്നും നിന്നില്ല, വേഗം വീട്ടിൽ പറഞ്ഞു. ഈശ്വര അതിന് വീട്ടിൽ നിന്ന് വല്ലതും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നടക്കില്ല പിന്നെല്ലാം ഉറപ്പിക്കുക. അങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോഴും കുഴപ്പമുണ്ടായിരുന്നില്ല. അച്ഛനമ്മയ്ക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, അവർക്ക് സമ്മതിച്ചു. അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടോ. അമ്മയുടെ ഒരു ഇതിൽ അമ്മയുടെ മരുമോൻ നല്ല കാണാൻ ഭംഗിയുണ്ടാവണം എന്നൊക്കെയാണ് അമ്മയുടെ ഇതിൽ കേട്ടോ. പിന്നെ ജോലി നല്ലതായിരിക്കണം, അപ്പോൾ ദുബായ്ക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ കുറച്ച് ഗൗരവമായിരുന്നു, കാരണം ചെറുത്തുരുത്തിയാണ്, കുറച്ച് ദൂരമുണ്ട്. നമ്മളാണെങ്കിൽ തൃശ്ശൂർ വിട്ടിട്ടുള്ള ഒരു കളിയില്ലേ, അതിനും ദൂരത്തേക്കൊന്നും അങ്ങനെ പോകാറില്ല കേട്ടോ. അപ്പോൾ ചെറുത്തുരുത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് അല്ലേ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അച്ഛന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അച്ഛനെ പുറകെ നിന്ന് ഒരു ദിവസം ഇങ്ങനെ വെള്ളം കോരാൻ വേണ്ടി അച്ഛൻ അവിടെ നിൽക്കുമ്പോഴേ അച്ഛനോട് അമ്മ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞതാ, അച്ഛൻ ഒന്ന് കല്യാണം കഴിപ്പിച്ച് തരും അച്ഛൻ, എനിക്ക് സനേഷാൻ എന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തോ സമ്മതിച്ചു. അങ്ങനെ ചേട്ടൻ എന്താ ജോലിയൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ കാണുന്നത്. അപ്പം പാവം എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ജോലി പോയിട്ട് ആകെ ക്ഷീണമൊക്കെ ടെൻഷനൊക്കെ ആയിട്ടാ തോന്നുന്നു അങ്ങനെ കാണുന്നത്. പിന്നെ വീട്ടിലൊക്കെ കണ്ടു, അപ്പോഴൊക്കെ നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞു കിടന്നു, അവൻ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം ഞാൻ അതിനിപ്പോൾ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു കിടന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ വന്ന സമയത്ത് ചേട്ടനൊരു പഴയ മൊബൈൽ ഫോണൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിക്കാം എൻ്റെ ചേച്ചിയുടെ എല്ലാവർക്കും പുതിയ അടിപൊളി ഫോണ് ഓപ്പോൻ്റെ ഒക്കെ കിട്ടിയിരുന്നു കേട്ടോ കല്യാണം ഉറപ്പിച്ച സമയത്ത്. എനിക്ക് പഴയ ഫോണാണല്ലോ എന്ന്. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ഫോണിലൊന്നും അല്ലല്ലോ ഇരിക്കണത്, നമ്മളെ സ്നേഹത്തിലല്ലേ. അങ്ങനെയൊക്കെ ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം മുട്ടൻ അടിയായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അടി കൂടും. സനേഷ് ചേട്ടൻ കൂടെ വന്നിട്ടാണ് എനിക്ക് സുധർമ്മയിൽ ജോലി കിട്ടിയത്. ഇൻ്റർവ്യൂവിന് എറണാകുളത്തേക്ക് വിളിച്ചപ്പോൾ സനേഷ് ചേട്ടനും പിന്നെ ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ എറണാകുളത്തേക്ക് പോയത്. അതുകൊണ്ട് ചേട്ടൻ കാരണമാണ് എനിക്ക് ആ ജോലി കിട്ടിയത് എന്ന് തന്നെ പറയാം കേട്ടോ. അതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ചേട്ടൻ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടി, അതിൻ്റെയൊക്കെ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചപ്പോഴൊക്കെ ഇങ്ങനെ ജോലിയുടെ പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ജോലിക്ക് ശരിയായി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന സമയത്ത് കൊറോണ. ഞങ്ങളുടെ എന്തൊരു കാര്യം നോക്കുമ്പോഴും ഇങ്ങനത്തെ ഓരോ ദുരന്തങ്ങളായിരിക്കും. ഞാൻ എപ്പോഴും ചേട്ടനോട് പറയും കേട്ടോ, കല്യാണത്തിൻ്റെ സമയത്ത് കൊറോണ പിടിച്ചിട്ട് ഒരു പ്രാവശ്യം കല്യാണം മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തു. പിന്നെ മനുഷ്യാൻ്റെ ഞങ്ങളുടെ 4 ദിവസത്തെ ഒരു ഡിഫറൻസിലാണ് കേട്ടോ. അവരുടെ 26-ാം തീയതി ആണെങ്കിൽ ഞങ്ങളുടെ 30-ാം തീയതി ഏപ്രിൽ അങ്ങനെയായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ 26-ാം തീയതി ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ അവരുടെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. അങ്ങനെ ഒരു ഇതിലാണ് ഗ്യാപ്പിലാണ് കല്യാണം സെറ്റായത് കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ എന്ന് പറയാം. ദൈവം സഹായിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോണു, അത്രയല്ലേ നമുക്ക് വേണ്ടൂ. എൻ്റെ അഭിപ്രായത്തിൽ ലവ് മാരേജ് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് ആരെങ്കിലും ഉറപ്പിച്ചിട്ട് ഇവനെ പോയി കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാലൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റുന്ന ആൾക്കാരെ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയോ ഒന്ന് അപ്പോഴന്നെയല്ലേ കണ്ടു ചിരിക്കാൻ പറ്റുള്ളൂ ആൾക്കാർക്ക്. എനിക്കതൊന്നും ആലോചിക്കാൻ തന്നെ വയ്യ. ഞാൻ കണ്ടുപിടിക്കുന്ന ആളുടെ കൂടെ ഞാൻ സംസാരിക്കുള്ളൂ മിണ്ടുള്ളൂ. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടുപിടിക്കുന്ന ആൾക്കാർ മോശമൊന്നും ആവാറില്ല കേട്ടോ. എനിക്ക് പറ്റിയ തരക്കാരൊക്കെ ഉണ്ട്, അവരെന്നെ എൻ്റെ വീട്ടുകാർക്കും ഇഷ്ടമാവാറുണ്ട് കേട്ടോ. സനേഷേട്ടൻ എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേട്ടൻ്റെ എന്തൊരു കാര്യം നോക്കുമ്പോഴും എൻ്റെ മരുമോൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പുകഴ്ത്തണമൊക്കെ കാണാം. അപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പിന്നെയുള്ളൊരു ലക്ക് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ നമുക്ക് ഒരാളെ പറ്റിയിട്ട് കൂടുതൽ അറിയുകയാണെങ്കിൽ അത്രയും നല്ലത്. സംസാരവും എല്ലാം കൂടിയിട്ടേ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു കാലം. ഇപ്പം പ്രാരാബ്ധമായില്ലേ.
അങ്ങനെ എന്ന് പറയാ. അപ്പോൾ ഞങ്ങളുടെ ലവ് മാരേജ് തന്നെയായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് ലവ് മാരേജ് തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല. ഇനിയിപ്പോൾ എൻ്റെ മോൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിനക്ക് ഇഷ്ടപ്പെട്ട കുട്ടീനെ മാത്രം നീ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയും കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെയല്ല എല്ലാം കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങനെയാട്ടോ ഞാൻ പറയുള്ളൂ. എൻ്റെ അച്ഛനും അമ്മയുടെ ലവ് മാരേജ് ആയിരുന്നു ഗൈസ്, ഞാൻ അത് പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛനും അമ്മയുടെ ലവ് മാരേജിൻ്റെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ മക്കളിങ്ങനെ ആയില്ലെങ്കിലല്ലേ അതിശയുള്ളൂ അല്ലേ. ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഇപ്പോൾ ഈവനിങ് വ്ളോഗ് എടുക്കാനേ നിവർത്തിയുള്ളൂ. അതാണ് ഞാൻ പിന്നെ വൈകുന്നേരം മാത്രം എടുത്ത് നടക്കണം കേട്ടോ. മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചകിരി മാങ്ങ. അത് മിനി ആൻറ്റിയുടെ ബാക്കിൽ മാവുണ്ടെന്ന് ഞാൻ ഇപ്പോഴും അറിഞ്ഞതേ. ഇത് മുന്നേ അറിഞ്ഞെങ്കിലോ. അങ്ങനെ കുറച്ച് മാങ്ങ കിട്ടി. അത് തിന്നണ ഇടയിലാണ് രഞ്ജനേച്ചി വിളിച്ചത്, പായസം ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അത് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറുണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നാളത്തേക്കുള്ള മാവ് ഇഡ്ഡലി ഉണ്ടാക്കാനാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട്. പച്ചരി കഴിഞ്ഞു എന്നേ, ഇതും കൂടെ ഉള്ളൂ ഇനി മേടിച്ചിട്ട് വേണം. അപ്പോൾ ലാസ്റ്റത്തെ പച്ചരി വെച്ചിട്ട് അങ്ങനെ വെക്കുക. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ പച്ചരി കൊണ്ടുവരാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞോളൂന്ന് വെച്ചാൽ, അതുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇനി വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുവരണം. ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. കല്യാണത്തിന് മുന്നേ ക്ഷീണമായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ സമയത്ത് ഒരു വരവുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ചേട്ടനെ കാണാൻ. അതെനിക്ക് ഭയങ്കര ഓർമ്മയാണ് കേട്ടോ. കാരണം നമ്മൾ കണ്ടപ്പോഴൊക്കെ ഭയങ്കര ക്ഷീണവും മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു സനേഷ് ചേട്ടൻ. അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ആ സമയത്ത് വന്നപ്പോൾ ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ വന്ന സമയത്ത് ചേട്ടൻ വന്ന അന്ന് തന്നെ ഞങ്ങൾ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അന്നാണ് കാണുന്നത്. അന്ന് ഞാനും ചേച്ചിയും ചേട്ടനും സനേഷേട്ടനും മനുഷ്യേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ പോയതെന്ന് പറയുക. നമ്മുടെ മാവൊക്കെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിങ്ങനെ മൂടി വെക്കുക. കുറച്ച് ലൂസായിട്ട് വെച്ചാലാണ് അത് നാളേക്ക് പൊന്തി വരുള്ളൂ എന്ന് സനേഷേട്ടൻ പറഞ്ഞത്. അവിടെ അമ്മയ്ക്ക് നടുവേന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവ ഒഴിഞ്ഞു തന്നതാണ് കേട്ടോ. അങ്ങനെ കെടുക്കാൻ പോവാണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.